കർണാടകത്തിലെ ഷിരൂരിൽ വീണ്ടും ലോറിയുടെ ഭാഗം കണ്ടെത്തി. ലോറിയുടെ പിൻഭാഗത്തെ ടയറുകളാണ് കണ്ടെത്തിയത്. നാവികസേന മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നാണ് ഇവ കണ്ടെത്തിയിരിക്കുന്നത്. 4 ടയറുകളോട് കൂടിയ പിൻഭാഗമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവ ഗ്യാസ് ടാങ്കർ ലോറിയുടേതാണോ എന്ന സംശയവുമുണ്ട്. ദിസ്ന സുരേഷ് ആയിരുന്നു. ദിസ്ന, കൂടുതൽ ഈ ലോറിയുടെ കൂടുതൽ ഭാഗങ്ങൾ ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ തന്നെ ലോറിയുടെ കൂടുതൽ ഭാഗങ്ങൾ അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ തിരച്ചിലിനിടയിൽ. ഇപ്പോൾ പ്രധാനമായും ലഭ്യമായിട്ടുള്ളത് പിൻഭാഗത്തെ ടയറുകളാണ് കണ്ടെത്തിയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നാവികസേന മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നാണ് 4 ടയറുകളോട് കൂടിയ ലോറിയുടെ പിൻഭാഗം കണ്ടെത്തിയിട്ടുള്ളത്. അതേസമയം ഇത് അർജുൻ സഞ്ചരിച്ച ലോറിയുടേതല്ലെന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. RC ഓണർ മുബിൻ എന്ന വ്യക്തിയാണ് ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിനൊരു വിശദമായ ഒരു സ്ഥിരീകരണം ആവശ്യമാണ്. ഇത് അർജുന്റേതാണോ എന്ന് ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്നാൽ നേരത്തെ ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചത് എന്തായിരുന്നു? മനാഫ് പ്രധാനമായും സ്ഥിരീകരിച്ചത് നേരത്തെ കണ്ടെത്തിയ ക്രാഷ് കാർഡ് അവരുടേതാണ് എന്നാണ് മനാഫിന്റെ സ്ഥിരീകരണം വന്നത്. അതിനുശേഷമാണ് ഈ ലോറിയുടെ ടയർ കണ്ടെത്തിയത്. എന്നാൽ ഈ ലോറിയുടെ ടയർ അവരുടേതല്ല എന്നൊരു സ്ഥിരീകരണമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അത് RC ഓണറുടെ ഒരു വിശദീകരണം മാത്രമാണ്. എന്നാൽ ഇതിനൊരു വ്യക്തമായ സ്ഥിരീകരണം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷം മാത്രം ഇത് അർജുന്റേതാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത്തരത്തിൽ ഇന്നലെ മുതൽ നടത്തിയ തിരച്ചിലിൽ പല ഭാഗങ്ങളും അല്ലെങ്കിൽ വസ്തുക്കളടക്കം ലഭ്യമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അനിൽ നമ്പ്യാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോഹഭാഗങ്ങൾ ലഭ്യമായിരുന്നു. അതേസമയം കയറ് ലഭിച്ചിരുന്നു, അക്വീഷ്യ മരങ്ങൾ ലഭിച്ചിരുന്നു. ഈ കയറും അക്വീഷ്യ മരങ്ങളും ഒക്കെ തന്നെയും അർജുന്റേതാണ് എന്നൊരു സ്ഥിരീകരണം നിലവിൽ വന്നിട്ടുണ്ട്. കാരണം അക്വീഷ്യ മരത്തടികൾ കൊണ്ടായിരുന്നു അർജുൻ തിരിച്ച് വരേണ്ടത് എന്ന് നമുക്കെല്ലാം വ്യക്തമായി അറിയാം. ഇതിനൊക്കെ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ലഭ്യമായ ടയർ അർജുന്റേതാണോ എന്നതിലാണ് നിലവിൽ സ്ഥിരീകരണമില്ലാത്തത്. അതേസമയം ഇന്നലെ ഈ ഗംഗാവലി പുഴയുടെ തീരത്ത് നിന്നൊരു അസ്ഥി ലഭിച്ചിരുന്നു. ഇത് മനുഷ്യന്റെ അസ്ഥിയാണോ എന്ന് സംശയിക്കുന്നതായി ആണ് ഇന്നലെ ഭരണകൂടങ്ങൾ വ്യക്തമാക്കിയത്. എന്നാൽ ഇതിന് കൃത്യമായി ഈ അസ്ഥി ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഇതിന്റെ റിസൾട്ട് വരുമെന്നാണ് ഈ സതീഷ് സെയിൽ MLA ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും അതിനുശേഷമാണ് കൂടുതൽ വ്യക്തത ഈ വിഷയത്തിൽ വരികയുള്ളൂ. അത്തരത്തിൽ ഈ തിരച്ചിലുടനീളം വിവിധ ലോറി, അതായത് ഈ ലോറിയുടെ അടക്കമുള്ള വിവിധ ഭാഗങ്ങൾ കിട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ അർജുന്റെ വാഹനം കൂടാതെ അവിടെ നിരവധി വാഹനങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ലഭ്യമാകുന്ന അവശിഷ്ടങ്ങളൊക്കെ തന്നെയും അർജുന്റേതാണോ എന്നൊരു സ്ഥിരീകരണമാണ് നിലവിൽ വരാനുള്ളത്. അനിൽ നമ്പ്യാർ. നന്ദി ദിസ്ന. കർണാടകത്തിലെ ഷിരൂരിൽ വീണ്ടും ലോറിയുടെ ഭാഗം കണ്ടെത്തി. ലോറിയുടെ പിൻഭാഗത്തെ ടയറുകളാണ് കണ്ടെത്തിയത്. നാവികസേന മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നാണ് ഇവ കണ്ടെത്തിയിരിക്കുന്നത്. 4 ടയറുകളോടുകൂടിയ പിൻഭാഗമാണ് കണ്ടെത്തിയത്. ഇവ ഗ്യാസ് ടാങ്ക് ലോറിയുടേതാണോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ദിസ്ന സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്.